പാട്ട് അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. ധ്യാനൊക്കെ അടിപൊളിയാണ്. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു അത്രയും ഒരു ക്യാരക്ടർ. എന്ത് ടൈപ്പ് പടമാണ്? എന്ത് ടൈപ്പ് പടമായിരിക്കും അത്? നമ്മളിപ്പോൾ ഒരു പെൺകുട്ടികൾക്ക് വരുന്നൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മളൊരു മോശം രീതിയിൽ ചെയ്യുക, നമ്മൾ അറിയാതെ തന്നെ ഇതാവുക, ആ ഒരു ഫാമിലി, ആ ഒരു ഹസ്ബൻഡ് അവരെ കെയർ ചെയ്യുക, അതൊക്കെ ഒരു നല്ലതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പെൺകുട്ടിക്കും കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ അറിയാതെ തന്നെ പെട്ടു പോകുന്നൊരവസ്ഥ, അത് ഭയങ്കര തന്നെയാണ്. ഇങ്ങനെ ധ്യാനൊക്കെ അടിപൊളിയാണ്. ഫിലിം നല്ലതായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയായിരുന്നു. ധ്യാനിൻ്റെ തിരിച്ചു വരവായിരുന്നു. 2025 രണ്ടാമത്തെ മലയാളം പടമാണ്. 2025 രണ്ടാമത്തെ മലയാളം പടമാണ്. ഷാരു അടിപൊളിയാണ്. ഷാലുവിൻ്റെ അഭിനയം നല്ലതായിരുന്നു. എന്ത് ടൈപ്പ് പടമാണ് ഇത്? എന്ത് ടൈപ്പ് പടമാണ്? എന്ത് ടൈപ്പ് പടമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജ്, കുട്ടികളെ നോക്കി അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ശ്രദ്ധിച്ചു. ഞാൻ നന്നായി അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ അടിപൊളി. ഞാൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ നല്ല സിനിമ. എന്താണ് കഥയുടെ തീമൊക്കെ? കഥ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു കുടുംബജീവിതങ്ങൾക്ക് എങ്ങനെ തകർക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മോശമായിട്ട് ഉപയോഗിക്കാമെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു തീമാണ്. നമ്മൾ നല്ല ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ധ്യാനിന്റെ ഈ കൊല്ലത്ത് ആദ്യത്തെ പടമാണല്ലോ, അപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യത്തെ പടമാണല്ലോ, ധ്യാൻ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അടിപൊളി, നന്നായിട്ട് ഒരു ചിത്രീകരിച്ചിട്ടുണ്ട് പടം. എന്ത് ടൈപ്പ് പടമാണ് ആക്ച്വലി ഇത്? ത്രില്ലറാണോ, സസ്പെൻസ്? അങ്ങനെ സസ്പെൻസ് അങ്ങനെ സസ്പെൻസ് ചെറുതായിട്ടുണ്ട് അല്ലേ? കാരണം നമുക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്താണ് അവസാനം. നല്ല പടമാണ്. പറയാം, വളരെ മികച്ചൊരു അവതരണം. അതായത് നല്ല അടിപൊളി സ്റ്റോറി, കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു സ്റ്റോറി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ളൊരു അറിഞ്ഞു വെച്ചുള്ളൊരു സ്റ്റോറി. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മികച്ച പടമാണ്. കൂടുതൽ സ്ക്രീൻ കിട്ടിയില്ല എന്നുള്ളൊരു വിഷയം മാത്രമല്ല ഈ പടത്തിന്. ഇങ്ങനത്തെ പടത്തിന് സ്ക്രീൻ കൊടുക്കില്ല. തല്ലിപ്പൊളി പടങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ക്രീനും കൊടുക്കും. നല്ല പടമാണ്, നല്ലൊരു അവതരണമാണ്, വളരെ നല്ലൊരു അവതരണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പടം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പടങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് എല്ലാ പടവും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ പൊതുവെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ, അങ്ങനത്തെ ഒരു കറക്റ്റ് ആ സ്റ്റോറി കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും ഒരു പാഠമാണ്. അവരെല്ലാവരും കണ്ട് ഉൾക്കൊള്ളണം ഇങ്ങനത്തെ ഒരു സംഭവം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. അതിനെതിരെയുള്ളൊരു സ്റ്റോറിയാണ്. നല്ല പടമാണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട് ആ ഒരു രീതിയിൽ കൊടുത്ത്. എന്തുകൊണ്ടാണ് നല്ല പടങ്ങൾക്ക് സ്ക്രീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്? നല്ല പടങ്ങൾക്ക് സ്ക്രീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് വിതരണക്കാരുടെ കുഴപ്പമാണത്. അല്ലാതെ നല്ലൊരു എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ടർ നന്നാവുമ്പോഴാണ് ഇങ്ങനത്തെ പടങ്ങൾക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടർ കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ഇതിപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ പടമാണെന്ന് വിചാരിച്ചിട്ട് ചിലർ എന്താവില്ല, ഡിസ്ട്രിബ്യൂട്ടർ അങ്ങോട്ട് കയറില്ല. കാരണം വീക്കിലി സ്റ്റാർ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അങ്ങോട്ട് എടുക്കില്ല. പക്ഷേ ഇങ്ങനത്തെ പടമൊക്കെ ഒന്ന് പടം ഒന്ന് കണ്ട് കഥ മനസ്സിലാക്കിയിട്ട് അവരെടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പടമൊക്കെ വിജയിക്കും. അത് ഇങ്ങനത്തെ പടത്തിന് കൂടുതൽ സ്ക്രീൻ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു മെസ്സേജുള്ള പടം. ഈ ധ്യാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് പടങ്ങൾ പൊട്ടുന്നുണ്ടല്ലോ, അതാണ് സ്ക്രീൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. വീക്കിലി ഓരോ പടം ഇറക്കുന്നതുകൊണ്ട് പടം പെട്ടെന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ വർഷത്തിൽ ഒരു 1, 2, 3 പടം ചെയ്തോട്ടെ. ഇത് വർഷത്തിൽ കഴിഞ്ഞ വർഷം 8 പടം ചെയ്തെന്നാണ്. അങ്ങനെയൊക്കെ പടം ചെയ്യുമ്പോൾ പടം പൊട്ടും. ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടില്ല, തിയേറ്റർ കിട്ടുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എത്ര തിയേറ്റർ എത്ര സ്ക്രീൻ ഉണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ ധ്യാനം കൂടി ശ്രദ്ധിച്ചാൽ നന്നാവും. വളരെ മികച്ച നല്ലൊരു കഥയാണിത്. ഈ കഥയൊക്കെ മിനിമം വിജയിക്കേണ്ട ഒരു കഥയാണ്. പക്ഷേ ഇതിന് സ്ക്രീനില്ലാത്തത് നമുക്കൊരു വിഷമം. ID അതായത് ധ്യാൻ ശ്രീനിവാസൻ്റെ നല്ലൊരു പടം. ഇപ്പോൾ കുറേ പടങ്ങൾ പുള്ളിയുടെ ഫ്ലോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ 2025 തുടക്കം തന്നെ ഒരു കിടിലൻ പടം, നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ മെയിൻ പറയുന്നത് ഈ ഫേസ്ബുക്കിലെ ഗ്രൂപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ലൊരു പടം, എന്തായാലും ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിരിക്കാനുള്ള പടമുണ്ട്.
പിന്നെ ഈ വർഷം പൊതുവെ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും അധികം സിനിമകൾ ചെയ്ത നടനാണ് ധ്യാൻ. അതുപോലെ ഈ വർഷം ധ്യാൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സോഷ്യലി റെലവൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. പിന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ഓൺലൈൻ മീഡിയകളും ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെ സ്ത്രീകളെ വെച്ചിട്ടുള്ള മോർഫിംഗ് പരിപാടികളോ അങ്ങനെയുള്ള സൈറ്റുകളെക്കുറിച്ചും അതൊരു ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും ഒരു പുതുമുഖ ഒരു ടീം എന്ന രീതിയിൽ അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി ആ സബ്ജക്റ്റ് സ്ക്രീനിലേക്ക് അധികം വലിച്ചു നീട്ടലൊന്നും ഇല്ലാതെ അവതരിപ്പിച്ചിട്ടുണ്ട്. ധ്യാൻ്റെ ക്യാരക്ടറും കലാഭവൻ ഷാജോൻ്റെ പ്രകടനവും നന്നായിരുന്നു. അതുപോലെ വില്ലനായിട്ട് അഭിനയിച്ച നടൻ്റെ പെർഫോമൻസും കൊള്ളാമായിരുന്നു. മൊത്തത്തിൽ നോക്കിയാൽ ഫാമിലിക്ക് കണ്ടിരിക്കാവുന്ന ഈ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റിനെ നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴുള്ള ഭാഗങ്ങളൊക്കെ ഈ തിരിച്ച് പണി കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഒരു പുതിയ രീതിയിൽ നമുക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു എബോവ് ആവറേജ് മൂവി തന്നെയാണ് ഐ ഡി. ഞാൻ പ്രതീക്ഷിക്കാനായിട്ട് നല്ലൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം സോഷ്യലി റിലവൻ്റ് ആയ ഒരു സംഭവം. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ഇത് ആൾക്കാർ ഹരാസ് ചെയ്യണത് ഇതൊക്കെ ലേഡീസിനെതിരുള്ളത് അത് നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് കേട്ട കഥകളാണ്. പക്ഷേ ക്ലൈമാക്സോടനുബന്ധിച്ച് അവർ ചെയ്തു വെച്ച രീതി എങ്ങനെ തിരിച്ച് പണി കൊടുക്കാം അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നമുക്ക് വൺ ടൈം വാച്ചബിളായി കാണാൻ പറ്റുന്ന ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ധ്യാൻ്റെ പെർഫോമൻസും പിന്നെ പുതിയ വില്ലൻ്റെ പെർഫോമൻസും നൈസായിരുന്നു. ഒരു ഡീസൻറ്റ് മൂവിയായിരുന്നു, ഡീസൻറ്റ് വാച്ചായിരുന്നു. ധ്യാൻ ഈ വർഷത്തെ ആദ്യത്തെ പടമാണല്ലോ. ധ്യാൻ എങ്ങനെ ഞെട്ടിക്കുക അതോ? പിന്നെ സാധാരണ ധ്യാൻ ഞെട്ടിക്കുന്ന പോലെ അത് ഞെട്ടിച്ചിട്ടില്ല. ഐ മീൻ ലൈക്ക് ഇറ്റ്സ് ഓക്കെ, മൂവി ഈസ് ഗുഡ്. അങ്ങനെ മോശം പറയാനോ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എന്തായാലും ഒരു വൺ ടൈം വാച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു ആവറേജ് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ സോഷ്യലി റെലവൻ്റായ സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടേക്കാണ്. എങ്കിലും ഒരു ഡിഫറെൻറ്റ് രീതിയിൽ അവതരിപ്പിച്ച ബോറടിപ്പിക്കാത്ത രീതിയിൽ ക്ലൈമാക്സ് നല്ല രസമുണ്ടായിരുന്നു.